2026 ജനുവരി 3 ശനിയാഴ്ച രാത്രി 7 നേർരേഖയിൽ ലഹരിയുടെ ഞെട്ടിക്കുന്ന കാണാക്കാഴ്ചകളുമായി അവർ എത്തുന്നു. സ്വന്തം വിസർജ്യ വസ്തുക്കൾ വാരിത്തിന്നുന്ന മലയാളികളോ, ശുചിമുറിയിലെ ക്ലോസറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് കുടിക്കുന്നത് സിനിമയിൽ മാത്രമോ, സ്വന്തം ശരീരം കടിച്ചു മുറിക്കുന്നവർ, മാതാപിതാക്കളെ കൊന്നൊടുക്കുന്നവർ, ലഹരിക്കടിമപ്പെട്ട് മനോനില തെറ്റിയ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നേർരേഖയുടെ സഞ്ചാരം. ഈ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയും റിയാക്ട് ചെയ്യാം. അവർക്ക് അവരുടെ ബോഡിയെ കുറിച്ച്, ഞാനൊരാളെ ഇടിച്ചാൽ എൻ്റെ കൈക്കും വേദന എടുക്കും, ഞാൻ ഭിത്തിക്കെട്ട് ഇടിച്ചാൽ എൻ്റെ കൈ മുറിയുമെന്നും, എൻ്റെ തല കൊണ്ട് ഇടിച്ചാൽ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു വിഡ്രോവൽ സ്റ്റേറ്റിൽ മുഖമൊക്കെ മാന്തി പൊളിക്കുന്ന, എന്തിനേറെ ഈ ഡ്രഗ് കിട്ടാഞ്ഞിട്ട് സ്വന്തം മലം വാരി തിന്നുന്ന ആളുകളെ വരെ നേരിട്ട് കാണാനുള്ള അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. കള്ളുകുടിച്ച് പൊതുവഴിയിൽ ബഹളം വെച്ചവർ, കഞ്ചാവടിച്ച് കിറുങ്ങി നടക്കുന്നവർ. അപ്പൊ നിങ്ങൾ വാറ്റിൽ ഞാൻ തവള, ഈശോ, ആ തവള എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാറ്റ് കഴിച്ചാൽ തവളേനെ പോലെ കുത്തിക്കാനേ പറ്റുള്ളൂ, നിങ്ങൾക്ക് എണീക്കാൻ പറ്റൂല. മൂലം വെട്ടി, എന്താ പറയുക, പ്ലാസ്റ്റിക് പാക്കറ്റിന്റെ മൂല വെട്ടുന്നോണ്ട് യേശു എന്ന് പറഞ്ഞാൽ 3rd ഡേ ഓൻ എണീക്കുള്ളൂ. അപ്പം യേശു നല്ല പേരുള്ള സൈഡിലെ വേർഡ്സ് കുറേ ഉണ്ട്. അത് വേറെ ഉണ്ട്. നാഭി ചവിട്ടി എന്ന് പറഞ്ഞാൽ അതടിച്ചാൽ വീട്ടിലുള്ള ഭാര്യക്ക് നാഭിക്ക് ചവിട്ടുകൊള്ളുന്ന ഷുവറാ. ഒരു കാലത്ത് ഇതായിരുന്നു ലഹരിയുടെ കാഴ്ചകൾ. എന്നാൽ ഇന്നോ? പണ്ട് സൊസൈറ്റി സ്ത്രീകൾക്ക് അത്ര അവൈലബിൾ ആയിരുന്നില്ല, ഈസിലി ഒരു മൊബിലിറ്റി ഇല്ല. പക്ഷെ ഇന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, അവരെല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം പെട്ടെന്ന് കിട്ടുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ഒരു 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 റിസ്ക് എടുക്കുമ്പോഴാണ് ഞാനൊരു നല്ല കരുത്തുള്ള സ്ത്രീ ആവുന്നത്. ആ സെലിബ്രേഷൻ ഓഫ് ഫ്രീഡം ആണ് കൂടുതലും സ്ത്രീകളെ ഇതിനകത്തേക്ക് അട്രാക്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജെൻസി ജനറേഷനിൽ വരുന്ന ആളുകൾ കൂടുതലും. അപ്പോൾ അതിനകത്ത് ചില കൗൺസിലിങ്ങിൽ ചില കുട്ടികൾ സംസാരിച്ചിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷത്തിനപ്പുറം ഇത് കിട്ടാത്ത ഒരു സാധനം, ഞാൻ നൈറ്റിൽ വണ്ടി എടുത്തു പോയി ഇത് കളക്ട് ചെയ്ത് കിട്ടുന്ന എനിക്കൊരു ത്രില്ലുണ്ടല്ലോ. അറിയണം നാം ചിലതൊക്കെ. മറക്കാതെ കാണുക നേർരേഖ.